نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفأمن أهل القرى أن يأتيهم بأسنا بياتا وهم نائمون പ്രിയ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, കേൾക്കുന്ന വാർത്തകളിൽ ഏറെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന നടുക്കുന്ന ഓർമ്മകളും വാർത്തകളുമാണ് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. വയനാടിന്റെ ചൂരൽമലയുടെ മുണ്ടക്കൈ പ്രാന്തപ്രദേശങ്ങളിലൂടെ കടന്നു വന്ന പ്രകൃതിയുടെ ദുരന്തത്തിൽ 300-ലധികം മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടുന്നതെങ്കിൽ കാണാതായവർ നിരവധിയാണ്. സഹായത്തിന് വേണ്ടിയുള്ള കരച്ചിലുകളുടെ അലയൊലികളാണ് കഴിഞ്ഞ ദിവസങ്ങളുടെ അർദ്ധരാത്രികളിൽ പോലും മുഴങ്ങിക്കേട്ടിരുന്നത്. മരണം മുഖാമുഖം കണ്ട് പേടിച്ച് നിലവിളിക്കുന്ന ഒരു സമൂഹത്തിന്റെ കാഴ്ചകളെ കാണുമ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞിന്നും വയനാട് ജില്ലയിൽ നിന്ന് മരണപ്പെട്ട മൃതശരീരങ്ങളെ മലപ്പുറം ജില്ലയുടെ നിലമ്പൂരിന്റെ വനമേഖലകളിൽ നിന്ന് ചാലിയാറിന്റെ ഓരങ്ങളിൽ നിന്ന് കണ്ടെടുക്കപ്പെടുമ്പോൾ പാതി അവയവങ്ങളും മൃതശരീരങ്ങളുടെ ഭാഗങ്ങളുമായി നഗ്നരായും ഒഴുകിവരുന്ന ശരീരങ്ങളിൽ മനുഷ്യൻ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ അതിന്റെ പാഠം ഉൾക്കൊള്ളാൻ കുറച്ചു കാര്യങ്ങൾ മാത്രമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. മരണത്തോട് മല്ലടിച്ചു പോയ ആളുകളുണ്ട്. കഷ്ടിച്ചതിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ന് കഴിയുന്ന നടുക്കുന്ന ഓർമ്മകളോട് ജീവിക്കുന്ന ആളുകളുണ്ട്. അതൊരു വാർത്തയായി കേട്ട് മനസ്സുകൊണ്ട് അതിനോട് ഇണങ്ങിച്ചേർന്ന്
മറ്റു ഭാഗങ്ങളിൽ നിന്ന് പങ്കുകൊണ്ട നമ്മളെപ്പോലുള്ള ആളുകളുമുണ്ട്. പ്രിയമുള്ളവരെ, പ്രകൃതി എന്നുള്ളത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. സ്വാഭാവികമായും അവസരം മുതലെടുത്ത് ചോദിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെയൊക്കെ ദുരന്തമുണ്ടാകുമ്പോൾ ദൈവം എന്തെടുക്കുകയായിരുന്നു എന്ന് ചോദിക്കുന്ന ആളുകളെയും കാണാൻ സാധിക്കും. അവരോടൊരൊറ്റ വാക്ക് മാത്രം, ദൈവമില്ലായിരുന്നുവെങ്കിൽ, അള്ളാഹു ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ ഇത് നടക്കില്ലാതിരിക്കുമോ എന്ന ഒരൊറ്റ വാക്ക് മാത്രം മതി. അതിനും അവർക്ക് ഉത്തരമുണ്ടാവില്ല. അള്ളാഹുവിന്റെ നിശ്ചയമാണ് പ്രകൃതിയുടെ ചലനങ്ങളെങ്കിൽ, അതിനെ സൃഷ്ടിക്കുന്നത് അള്ളാഹുവിന്റെ നിശ്ചയമാണെങ്കിൽ അതിന്റെ ദുരന്തവും അവന്റെ നിശ്ചയം തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു പടച്ച അവന്റെ ഏറ്റവും മനോഹരമായ പ്രകൃതി പലപ്പോഴും വയനാട് ജില്ലയെ കൺകുളിർക്കെ കാണുന്ന ആളുകളായിരിക്കാം നമ്മളിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും. അതിനെ ഒന്ന് മാറി കടന്നു വരുന്ന ഈ പശ്ചാത്തലങ്ങളിൽ നമ്മുടെ മനസ്സുകളിലൂടെ കടന്നു വരേണ്ടത്, ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു മുന്നറിയിപ്പാണോ നമ്മളോട് നൽകിയിട്ടുള്ളത്, ആ മുന്നറിയിപ്പിന്റെ അടയാളങ്ങളെയാണ് നേർക്കാഴ്ചകൾ പോലെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകാവസാനത്തിന്റെ അടയാളമായി പ്രവാചകൻ പറഞ്ഞു, ലാ തഖൂമു സ്സാഅ, അന്ത്യനാൾ ഒരിക്കലും തന്നെ സംഭവിക്കുകയില്ല. ഹത്താ യുഖ്ബലൽ ഇൽം, അറിവ് ഉയർത്തപ്പെടുന്നത് വരെ, അഥവാ അറിവുള്ള ആളുകളുടെ റൂഹുകളെ പിടിക്കപ്പെടുകയും സമൂഹത്തിൽ നിന്ന് അറിവുകൾ ഉയർത്തപ്പെടുകയും ചെയ്യും. വതക്സുറു സലാസിലു, പ്രകമ്പനങ്ങൾ, ഭൂമികുലുക്കങ്ങൾ അധികരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്നിട്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, നാട്ടിലാകെ ഫിത്നകൾ ഉണ്ടാകും, അതുപോലെ തന്നെ സമയങ്ങൾ വല്ലാതെ ചുരുങ്ങിപ്പോകും, കൊലപാതകങ്ങൾ അധികരിക്കുന്ന സാഹചര്യമുണ്ടാകും, ഒഴുകി നടക്കുന്നത് പോലെ ജനങ്ങൾക്കിടയിൽ സമ്പത്തുണ്ടാകും. ഈ സംഭവങ്ങൾ സംഭവിച്ചിട്ടല്ലാതെ ലോകാവസാനങ്ങൾ കടന്നു വരില്ലെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം ലോകാവസാനത്തിന്റെ വിദൂരതയിലുള്ള അടയാളമാണെങ്കിൽ, ഓരോ ദുരന്തങ്ങളും നമ്മുടെ മുമ്പിലൂടെ കടന്നു വരുന്ന പാഠം എന്നിലേക്ക് ഇതിന്റെ അവസാനങ്ങൾ അടുത്തിരിക്കുന്നു എന്ന ബോധ്യമാണ്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയമുള്ളവരെ, സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തിന്മകളെ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട് എന്ന ബോധ്യമാണ്. ആളുകൾ പാഠം ഉൾക്കൊള്ളുന്നില്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുർ റൂമിന്റെ 41-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയാണ്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത ഐദിൻ നാസ്, കടലിലും കരയിലും ഫസാദുകൾ അധികരിക്കുന്നത് ജനങ്ങളുടെ കൈക്രിയകൾ കാരണമാണ്, ജനങ്ങൾ ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ കാരണമാണ്. ആളുകളുടെ പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ഫസാദുകൾ ഇവിടെ അധികരിക്കുന്നത് എന്നുള്ളതാണ്. ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ, അവർക്ക് മടങ്ങാനുള്ള ഒരു അവസരമായി. പക്ഷെ മനുഷ്യനെ പാഠം ഉൾക്കൊള്ളണില്ല. പ്രിയമുള്ളവർ, 2018 ഈ പള്ളിയുടെ അകത്തലങ്ങളിൽ ഇരിക്കുന്ന ആളുകളോട് 2018 പുറകിലെ ഏതോ കാലഘട്ടങ്ങളിലൂടെ മലപ്പുറം ജില്ലയുടെ എടവണ്ണ പ്രദേശങ്ങളിലൂടെ കടന്നു വന്ന മലവെള്ളപ്പാച്ചിലിന്റെ മാപ്പിളപ്പാട്ടിന്റെ ഇശലുകളല്ലാതെ ഒരുപക്ഷെ നമ്മുടെ അനുഭവത്തിൽ ഉണ്ടാവില്ല ഒരു വലിയ പ്രളയം എന്താണെന്ന്. ആസാമിന്റെ, ബീഹാറിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് പ്രളയമാണ് സഹായിക്കണേ എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ 18 നമ്മൾ നേർക്കുനേരെ കണ്ടു ഒരു മഹാപ്രളയം എന്താണെന്ന്. അതിനെ അതിജീവിച്ച് തീരുന്നതിന് മുമ്പ് 2019 ആവർത്തിച്ചു. അതിന്റെ പിന്നാലെ കൊറോണ വൈറസിന്റെ വിഷയം വന്നു. അതിന്റെ പിന്നാലെ പലവിധ ദുരന്തങ്ങളും കടൽ തീര പ്രദേശങ്ങളിലൂടെ കടന്നു വന്നു. ഓരോ സമൂഹങ്ങളിലും പ്രിയമുള്ളവരെ ആർഭാടങ്ങളെ ചുരുങ്ങി വന്നു. പല തിന്മകളുടെ സാഹചര്യങ്ങൾക്ക് അവസരങ്ങളില്ലാതെ വന്നു. വീണ്ടും തുറന്നു കിട്ടുമ്പോൾ മനുഷ്യൻ തിന്മയിലേക്ക് ഒഴുകി എന്നല്ലാതെ തിരിച്ചു മടങ്ങണമെന്ന ഓർമ്മ അവന്റെ മനസ്സുകളിലൂടെ കടന്നു വന്നിട്ടില്ല. ഇല്ല പ്രിയമുള്ളവരെ, അവിടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, ലഅല്ലഹും യർജിഊൻ, നിങ്ങൾ മടങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ അല്ലാഹു പറഞ്ഞ ഫസാദ് എന്ന് പറയുന്ന പദം എന്താണ്? മനുഷ്യന്റെ ഈ ഫസാദ് എന്ന് പറയുന്ന ഈ പദത്തിന് തഫ്സീർ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം ഇമാം അബൂ ആലിയ റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാം. മൻ അസിയല്ലാഹ ഫിൽ അർദ്, ആര് ഭൂമിയിൽ അല്ലാഹുവിനോട് ധിക്കാരം കാണിക്കുന്നുവോ, ഫഖദ് അഫ്സദ ഫിൽ അർദ്, അവൻ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയവനാണ്.
അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള ധിക്കാരങ്ങളാണ് കരയിലും കടലിലും നിങ്ങൾക്കുള്ള പ്രയാസങ്ങളെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തി തരികയാണ്. പ്രിയമുള്ളവരെ, മടങ്ങാനുള്ള പാഠങ്ങളാണ്. ഞങ്ങളൊക്കെ സേഫ് സോണാണ്, ഞങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല എന്ന് വിചാരിക്കാനില്ല. ഒരുപാട് സേഫ് സോണുകൾ കണ്ട മലയാളികൾ അവരുടെ സുരക്ഷിതടങ്ങളിൽ നിന്നാണ് ഇന്ന് ഓരോ പാഠങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളിയാഴ്ചയുടെ സുബൈക്ക് നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തു സജദ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല, വലനുദീഖന്നഹും മിനൽ അദാബിൽ ലദനാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. നാളെ ആഖിറത്തിലൂടെ വരാനിരിക്കുന്ന വലിയ അദാബിന് മുന്നോടിയായി ദുനിയാവിലൂടെ അല്ലാഹു തആല ചെറിയ ചെറിയ ആസ്വാദനങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത് ലഅല്ലഹും യർജിഊൻ, അവര് മടങ്ങാൻ വേണ്ടിയിട്ടാണ്, പശ്ചാത്തപിച്ചു മടങ്ങാനാണ്. ഈ ആയത്തിലെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പ്രയാസം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പറയും, അത് മലയിടിച്ചിട്ടാണ്, മണല് കോരാത്തോണ്ടാണ്, അല്ലേ? പല കാരണങ്ങളും പറയും. ഭൗതികമായി തെറ്റാണെന്ന് പറയാനല്ല, ശാസ്ത്രീയമായി തെറ്റാണെന്ന് പറയാനല്ല, പക്ഷെ ഈമാനികമായി നമ്മൾ ചാർജ് ചെയ്യേണ്ടത്, എനിക്കൊരു ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് തടയപ്പെടുന്നത്, പ്രിയമുള്ളവരെ, ഞാൻ ചെയ്ത വല്ല പ്രവൃത്തി കാരണത്താലാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടുന്നു. ആവർത്തിക്കപ്പെടുന്ന ദുരന്തങ്ങൾ ഇങ്ങനെ കാണുമ്പോ നമ്മൾ തന്നെ ആലോചിച്ചിട്ടില്ല, എന്താ റബ്ബേ ഈ അടുത്ത കാലങ്ങളിലായി ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത് എന്താണ്? പ്രിയമുള്ളവരെ, പാഠമാണ് മനുഷ്യരെ, പശ്ചാത്തപിച്ചു മടങ്ങാനുള്ള പാഠമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട, അള്ളാഹുവിന്റെ ഖുർആൻ പറയാൻ, അള്ളാഹുവിന്റെ ദുരന്തങ്ങൾ വരുമ്പോ അതിന് സമയമുണ്ടാകില്ല. അള്ളാന്റെ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോ അതിന് സമയമുണ്ടാകില്ല. അഫഅമിന അഹ്ലുൽ ഖുറാ അയ്യതിഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. സൂറത്ത് അറാഫിന്റെ 96-97 ആയത്തുകളിലൂടെ അല്ലാഹു തആല പറയാണ്, അഫഅമിന അഹ്ലുൽ ഖുറാ, ആ നാട്ടുകാരായ ആളുകള് നിർഭയരായിരിക്കുകയാണോ? എന്തിന്? അയ്യതിഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ, അവരുറങ്ങിക്കിടക്കുന്ന സാഹചര്യങ്ങളില് നമ്മുടെ ശിക്ഷ അവരുടെ മേലെ കടന്നു വരുന്നതിൽ നിന്ന് അവർ നിർഭയരായിരിക്കുകയാണോ? പ്രിയമുള്ളവരെ, സുരക്ഷിതമെന്ന് കരുതുന്ന വീടിന്റെ അകത്തടങ്ങളിലൂടെ ശാന്തമായി കിടന്നുറങ്ങുമ്പോ നിർഭയരാണോ ആ നാട്ടുകാരെന്ന് അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്. അവ അമിന അഹ്ലുൽ ഖുറാ അയ്യതിഹും ബഅസുനാ വഹും യൽഅബൂൻ, അവർ പകൽ സമയങ്ങളിലൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ അദാബ് അവരുടെ മേലെ കടന്നു വരുന്നതിൽ നിന്ന് ആ നാട്ടുകാരെ നിർഭയരാണോ? ഉറങ്ങിക്കിടക്കുമ്പോ നിർഭയരാണെന്ന് വിചാരിക്കണ്ട, അതല്ല കളിച്ചുകൊണ്ടിരിക്കുമ്പോ നിർഭയരാണെന്ന് വിചാരിക്കണ്ട. ഏത് സമയവും ഏത് നാട്ടിലും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെ നങ്കൂരമിടാം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തി തന്നതാണ്. പക്ഷെ നമ്മളതൊക്കെ മറക്കും. എല്ലാം മറന്നിട്ടാണ് അവരുടെ ജീവിതങ്ങളെ മുന്നോട്ട് പോകുന്നത്. പ്രിയമുള്ളവരെ, മനുഷ്യൻ എത്ര ദുർബലനാണ് എന്ന് അല്ലാഹു തആല ഓർമ്മിപ്പിച്ചതെന്ന് ഇതിലൂടെ. എത്ര നിസ്സഹായനാണ് മനുഷ്യന്. അള്ളാന്റെ ഖുർആൻ നമ്മളോട് പറഞ്ഞു, ഖുലിഖൽ ഇൻസാനു ലഈഫ, മനുഷ്യനെ പടച്ചിട്ടുള്ളത് ദുർബലനായിട്ടാണ്, ഒന്നിനും കഴിവില്ലാത്തവനായിട്ടാണ്. എത്ര ദുർബലനാണ് മനുഷ്യനെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, വിവര സാങ്കേതിക വിദ്യകളിൽ ഏറ്റവും ഉന്നതികൾ കൈകടക്കിയെന്ന് മനുഷ്യൻ അവകാശപ്പെടുന്ന ഒരു സാഹചര്യങ്ങളിലാണ് കഴിഞ്ഞ ആഴ്ചകളിൽ മീഡിയകൾ മുഴുവനും ഉണ്ടായിരുന്നത്. കർണാടകയിലെ ഷിരൂരിന്റെ മണ്ണിലാണ് മലയാളിയായ ഒരു ലോറി ഡ്രൈവറുടെ ജീവന്റെ തുടിപ്പുണ്ടോ എന്നറിയാൻ, അതല്ല അദ്ദേഹത്തിന്റെ മൃതശരീരം കിട്ടുമോ എന്നറിയാൻ, കേവലം കരയിലാണോ മണ്ണിലാണോ എന്ന് പ്രിയമുള്ളവരൊന്ന് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി ലക്ഷങ്ങൾ പൊടിക്കുന്ന ഭരണകൂടത്തിന് എല്ലാം കീഴടക്കിയെന്ന് ചിന്ത വരുന്ന കാലഘട്ടങ്ങളിലാണ് കേവലം ഇന്നിന്റെ അർദ്ധരാത്രിയിൽ ഇവിടെ നിന്നൊരു ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന് പറയാൻ, അവിടെയുള്ള ആളുകളുടെ ജീവൻ അപകടത്തിലാണെന്ന് ഒരു മുൻകരുതലുകൾ എടുക്കാൻ എല്ലാം ഉണ്ടായിട്ടും നിസ്സഹായനായി പോകുന്ന മനുഷ്യന്റെ കഴിവുകൾ ദുർബലമായി പോകുന്ന ഒരു സാഹചര്യങ്ങളിലാണ് പ്രകാശവർഷങ്ങൾക്കപ്പുറത്ത് ഗോളങ്ങളിലൂടെ സഞ്ചരിക്കാൻ, യാത്ര ചെയ്യാൻ, മനുഷ്യന്റെ സാന്നിധ്യങ്ങൾ ഉറപ്പുവരുത്താൻ കഴിവുണ്ടെന്ന മനുഷ്യൻ ഗർവ് നടിക്കുന്ന കാലഘട്ടങ്ങളിലും ഇന്ന് പതറുന്നത് എവിടെയെങ്കിലും മനുഷ്യനുണ്ടോ എന്നറിയാൻ.
പ്രിയമുള്ളവരെ, മനുഷ്യൻ അത്രത്തോളം ദുർബലനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി തരികയാണ്. വയനാടിന്റെ ഓരോ സാഹചര്യങ്ങള് പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിലൂടെ തരണില്ലേ? ഒരു രാത്രിയിലൂടെ നിർഭയരായി കിടന്നുറങ്ങിയവർ ആലോചിച്ചു നോക്ക് നിങ്ങള്. രാത്രി 1:45 സമയം കഴിയുമ്പോ ആദ്യത്തെ ഒരു ഉരുൾപൊട്ടൽ കടന്നു വരുമ്പോ ശബ്ദം കേട്ടെണീറ്റ് വന്നവർ, വീടിന്റെ മുകളിലൂടെ അഭയം പ്രാപിച്ചവർ, ഇങ്ങോട്ട് വരില്ല എന്ന് കയറി മാറി നിന്നവർ, തുടർച്ചയായ രണ്ടാമത്തെ ഉരുൾപൊട്ടലിലൂടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മരച്ചിലകൾക്കിടയിലൂടെ മറഞ്ഞു പോകുന്നവരെ കാണുന്നവർ, കരഞ്ഞിട്ട് നീട്ടുന്ന കൈകളിലോട് ഒന്ന് സ്പർശിക്കാൻ പോലും കഴിയാതെ നിസ്സഹായരായി കാത്തുകെട്ടി കിടക്കുന്നവർ, ചതുപ്പിന്റെ താഴെ പാതിയായി താഴ്ന്നു പോകുന്ന ശരീരങ്ങളെ നോക്കി ഒന്നും ചെയ്യാൻ കഴിയാതെ പ്രിയപ്പെട്ടവനാണ്, പ്രിയപ്പെട്ടവളാണ്, മകനാണ്, ഉമ്മയാണ്, അമ്മയാണ്, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവരുടെ അവസാനത്തെ നിലവിളികളെ നിസ്സഹായനായി കാത്തു നിൽക്കേണ്ടി വരുന്നവർ, അല്ലാഹുവിന്റെ മുന്നിൽ മനുഷ്യരെ നിങ്ങൾ നിസ്സഹായരാണ്, ലൈഫാണ്, ദുർബലരാണ്, ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത. അതുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങണമെന്ന് ബോധ്യം നൽകിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, വയനാടിന്റെ മണ്ണിലെ ഓരോ കാഴ്ചകളും ഓരോ പാഠങ്ങളും നമ്മൾ പറയില്ലേ, വീടിന്റെ മേൽക്കൂര നിർമ്മിക്കുമ്പോ RC വീടാണ്, കോൺക്രീറ്റ് ആണ്, 5 ഇഞ്ച് കനത്തിലാണ്, അതിന്റെ കമ്പി വേണ്ടത് ഇന്ന ബ്രാൻഡാണ്, സിമന്റിന്റെ ബ്രാൻഡാണ്, ഉറപ്പ് വേണം, വീട് വേണമെന്ന് പറഞ്ഞ് എല്ലാം സുരക്ഷിതമാണ്, എന്റെ വീട് പെട്ടെന്ന് തകരില്ല എന്ന് പറഞ്ഞ് സുരക്ഷിതമെന്ന് കരുതിയവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയൊരു മാറ്റം വരുത്തിയപ്പോ അതിനെ പിടിച്ചു നിർത്താൻ ഒരു സൗദങ്ങൾക്കും കഴിഞ്ഞില്ല. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, കൊട്ടിയടക്കപ്പെട്ട കോട്ടക്കുള്ളിലാണ് നിങ്ങളുള്ളതെങ്കിലും അല്ലാഹുവിന്റെ സമയം നിങ്ങളിലൂടെ കടന്നു വന്നാൽ അവിടെ നിന്ന് മലക്കുൽ മൗത്ത് കൊണ്ടുപോകുമെന്ന ബോധ്യം മനുഷ്യനെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി തന്നതാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും അടിവരയിട്ട് അള്ളാന്റെ വാക്ക് നമ്മുടെ മനസ്സുകളിലൂടെ കടന്നു വരണം. ഞാനൊരു ശക്തവാനല്ല, ഞാൻ ദുർബലനാണ്, ഒന്നിനും കഴിയാത്ത നിസ്സഹായനാണ്. മാത്രമല്ല, അതിർവരമ്പുകളില്ലാത്ത ആർഭാടങ്ങളുടെ പിന്നാലെ ഓടുന്ന മനുഷ്യരോടുള്ള മുന്നറിയിപ്പായിരുന്നു അവിടുത്തെ പാഠം. ഒരുപാട് ഓടിയില്ലേ? പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. കല്യാണ വീടുണ്ടായിരുന്നു നഷ്ടപ്പെട്ടതിൽ, വിവാഹത്തിന്റെ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു, പണമുണ്ടായിരുന്നു, ജീവിതം തുടങ്ങിയവരുണ്ടായിരുന്നു. ഒരുപാട് കാലം കഷ്ടപ്പെട്ട് പണിത് വന്ന വീടിനെ ഒന്നുമില്ലാതായി കടന്നു പോകുന്ന സാഹചര്യങ്ങളെ നമ്മളിതൊക്കെ ആലോചിക്കണ്ടേ? ഞാൻ സേഫാണ്, എന്റെ കയ്യിൽ എല്ലാമുണ്ട്, ഞാൻ സുരക്ഷിതനാണ്, ഇനി 30 കൊല്ലത്തേക്ക് എനിക്കൊന്നും നോക്കാനില്ല, മക്കൾ എന്തോ ആയിക്കോട്ടെ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, കണ്ണ് ചിമ്മി തുറക്കുന്ന വേഗതകളിലൂടെ ഒന്നുമില്ലാതെ നേരം പുലരുമ്പോ ഒന്നുമില്ലാത്തവരായി മാറുന്നവരുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട. പ്രിയമുള്ളവരെ, എനിക്കറിയാം ദുബൈയിലൂടെ 10 കൊല്ലത്തിലധികം ജോലി ചെയ്ത് മലപ്പുറം ജില്ലയുടെ പോത്തുകല്ല് ഭാഗത്ത് ഒരു വീട് വേണമെന്ന സ്വപ്നത്തിലൂടെ കുറച്ച് ഭൂമി വാങ്ങിവെച്ച് അതിലൂടെ വീട് പണി തുടങ്ങാൻ തറ ആരംഭിച്ച് പിന്നീട് അവിടെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോ അവിടെ വീട് വെക്കാൻ അനുമതിയില്ല, ആ ഭൂമി പോലും ഒരാൾ വാങ്ങില്ല. ഇക്കണ്ട വർഷത്തിന്റെ അധ്വാനങ്ങളെ ഒന്നുമല്ലാതെ കിടക്കുന്ന സാഹചര്യങ്ങളിൽ വേദനിക്കുന്ന മനുഷ്യന്മാർ ഒരുപാടാണ്. പ്രിയമുള്ളവരെ, അഹങ്കാരത്തിന് അള്ളാഹുവിന്റെ മുന്നിൽ നിലനിൽപ്പില്ല എന്ന പാഠം ഏത് ആർഭാടങ്ങൾക്ക് പിന്നാലെ ഓടുന്നവരോടും അള്ളാഹനെ മറന്ന് ജീവിക്കല്ലേ എന്ന പാഠം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി തന്നതാണ്. എല്ലാമുള്ളവരും നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മുടെ സഹോദരങ്ങളാണ്, ചേർത്ത് പിടിക്കേണ്ടവരാണ്. ഓരോ ദിക്കുകളിൽ നിന്ന് വരുന്ന വാഹനങ്ങളിൽ നിന്ന്, സന്നദ്ധ സംഘടനകൾ കൊണ്ടുവരുന്ന ഭക്ഷണങ്ങളിൽ നിന്ന്, വസ്ത്രങ്ങളിലേക്ക് കണ്ണുനട്ട് കാത്തിരിക്കുന്നവരെ ഇല്ല. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ ധരിച്ച ഉള്ള വസ്ത്രമായി ഓടി രക്ഷപ്പെട്ട ആളുകളാണ്. അമ്മയും മകളുമായി കെട്ടിപ്പിണർന്ന് കുത്തിയൊഴുകുന്ന വെള്ളത്തിലൂടെ ഒഴുകി വന്ന് പിന്നീട് വനത്തിലൂടെ അകപ്പെട്ട് വന്യജീവികൾക്ക് മുന്നിലൂടെ പെട്ട് എങ്ങനെയോ രക്ഷപ്പെട്ട് കടന്നു വരുമ്പോഴും ആ വസ്ത്രമില്ലാതെ അവരുടെ കയ്യിലൊന്നുമില്ല, ശരീരത്തിന്റെ മുറിവുകളല്ലാതെ ഭക്ഷണം കഴിക്കാനൊന്നുമില്ലാതെ ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങളിൽ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ മുന്നിൽ മനുഷ്യൻ നിസ്സഹായനാണെന്ന് ബോധ്യപ്പെടുത്തി തരാൻ ഒരു നിമിഷം മതി എല്ലാം ഇല്ലാതായി പോകാനെന്ന പാഠം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് നൽകുന്നതാണ്. അതിലുപരി ഹൃദയങ്ങളിലൂടെ കൊണ്ടുവരേണ്ട പാഠമാണ് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി മരണം നമ്മുടെ മുമ്പിലുണ്ട്.
ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി മരണം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് എന്റെ ഫുൾ ബോഡി ചെക്കപ്പ് കഴിഞ്ഞു, എന്റെ എല്ലാം ഞാൻ പെർഫെക്റ്റ് ആണ്, എന്റെ ശരീരത്തിനൊരു പ്രയാസമില്ല, ആരോഗ്യം 100% ഒക്കെയാണെങ്കിലും ഏതവസ്ഥയിലാണ് മനുഷ്യന്റെ മരണം വരിക എന്ന് പറയാൻ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 സംവത്സരങ്ങൾക്ക് പുറകിൽ അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്തതിൽ കാണാം. കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്ന മരണം, ഉയർച്ചയിൽ നിന്നും താഴെ വീഴുന്ന മരണം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകൃതിയുടെ മരണങ്ങളുമായി ബന്ധപ്പെട്ട അള്ളാഹിനോട് കാവല് ചോദിച്ചിരുന്നു എന്നുള്ളത് അറിയില്ല നമുക്ക്. എത്ര ബലവാന്മാരാണ്, എത്ര ശക്തവാന്മാരാണ് അറിയില്ല പ്രിയമുള്ളവരെ. ഏത് മണ്ണിൽ വെച്ചാണ്, ഏത് സാഹചര്യങ്ങളിലാണ്, ഏത് സന്ദർഭത്തിലാണ് അള്ളാന്റെ വിളിക്കുത്തരം നൽകേണ്ടി വരിക എന്ന് പറയാൻ. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, ഏതൊരു മണ്ണിൽ വെച്ചാണ് മരിക്കുക എന്ന് പറയാൻ. ഉത്തരേന്ത്യയിൽ നിന്ന് യാത്ര വന്ന ഒരു കുടുംബം, ഡ്രൈവറുണ്ട്, കർണാടകക്കാരൻ, അദ്ദേഹം അവിടെ ബാക്കിയുണ്ട്. പക്ഷെ വന്ന അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആളുകളെ കാണാനില്ല. അവർക്ക് വേണ്ടി തിരയാൻ, അവരെന്തിനാ ദുരന്തത്തിലേക്ക് അവിടെ എത്തിയെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഒരു മണ്ണിൽ വെച്ചാണ് ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കണമെന്നുള്ള തീരുമാനിച്ചാൽ യകൂന ഫീഹാ ഹാജ, ആ മണ്ണിൽ അല്ലാഹുവിന് വേണ്ടി ഒരു ആവശ്യത്തെ വെച്ചു കൊടുക്കുന്നതാണ്. തൃശ്ശൂർ ജില്ലയുടെ വടക്കാഞ്ചേരിയിലെ ഖുറാഞ്ചേരിയിലെ ഉരുൾപൊട്ടുന്നൊരു സന്ദർഭം, ഇടുക്കിയുടെ മലയോര പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടുമോ എന്ന് ഭയപ്പെട്ടൊരു ഫാമിലി ബന്ധുവീട്ടിലേക്ക് കടന്നു വന്നതാണ്. അള്ളാഹുവിന്റെ തീരുമാനം ഒരു പ്രതീക്ഷയുമില്ലാത്ത തൃശ്ശൂർ ജില്ലയിലെ ഉരുൾപൊട്ടിക്കാനായിരുന്നു 2018 21 മരണത്തിന് കാരണമാക്കിയ. അതിൽ 11 പേരും ഇടുക്കി ജില്ലക്കാരാണ്. പ്രിയമുള്ളവരെ, അറിയില്ല, ഇത് നമ്മുടെ മനസ്സിൽ ഓർമ്മപ്പെടുത്തണം. അതിൽ ആരെങ്കിലും ഒരാളെ നനച്ചിരുന്നോ? അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഈ രാത്രി മരണത്തിൻ്റെതാണ് എന്ന് ഈ മരണപ്പെട്ട 300 ആളുകളിൽ നിന്ന് ആരെങ്കിലും നനച്ചിരുന്നോ? പ്രിയമുള്ളവരെ, രാവിലേക്ക് വേണ്ടി കരുതി വെച്ച ആളുകളില്ലേ? അവരുടെ ജീവിതത്തിന്റെ പ്രതീക്ഷകളുമായി മുന്നോട്ട് പോയവരില്ലേ? അതിലുപരി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മലക്കുൽ മൗത്ത് കടന്നു വരുമ്പോ അതിൽ നിന്ന് രക്ഷ നേടാൻ എന്റെ ആരോഗ്യം കൊണ്ട്, എന്റെ സമ്പത്ത് കൊണ്ട് ഒന്നും കഴിയില്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു നിമിഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല എന്ന് അള്ളാഹു തആല ഓർമ്മപ്പെടുത്തി തരാണ്. നിങ്ങൾക്കറിയോ, ഇന്ന് പട്ടാളങ്ങൾ നിർമ്മിച്ച ബെയിലി പാലത്തിലൂടെ വാഹന ഗതാഗതങ്ങൾ സ്ഥാപിക്കുമ്പോ അതിനു മുമ്പ് അവരുടെ സൗകര്യങ്ങളിലൂടെ മുണ്ടക്കയിലേക്ക് കടക്കാനുള്ള സൗകര്യങ്ങളില്ലാതെ വരുമ്പോ പാതിരാത്രി ഇരുട്ടിന്റെ മറവില് നിലവിളിക്കുന്ന ശബ്ദങ്ങള്, ഫോണുള്ള ആളുകൾ ആ ഫോൺ റിങ് ചെയ്ത് എന്റെ ഭർത്താവ് പ്രയാസത്തിലാണ്, അല്പനേരം കഴിഞ്ഞ മരണത്തിന് കീഴുതുങ്ങുമെന്ന് വിളിച്ചു പറയുന്ന പ്രിയമുള്ളവരെ, ബിൽഡിംഗിന്റെ താഴെ, കോൺക്രീറ്റ് സൗധത്തിന്റെ താഴെ ശ്വാസം കിട്ടാതെ നിരങ്ങി മരിക്കുന്ന ആ സന്ദർഭങ്ങളിൽ കൂടെയുള്ളവർ ഇപ്പുറത്തിരിക്കാൻ വെളിച്ചമില്ല, ശബ്ദങ്ങൾ മാത്രം, കരച്ചിൽ മാത്രം. ആ സന്ദർഭത്തിൽ ഒരു സഹോദരിയുടെ വാക്കിൽ നിന്ന് എന്റെ ഭർത്താവിന്റെ അവസാന ശബ്ദങ്ങളാണ്, ഇന്ന വ്യക്തിയുടെ കടയുടെ ബാക്കിലാണ് ഞങ്ങളുള്ളത് എന്ന് പറയുമ്പോ പ്രിയമുള്ളവർ ആലോചിക്കേണ്ടത്, ആ സമയം ഇങ്ങോട്ട് കടന്നു വരുമ്പോ അള്ളാന്റെ തീരുമാനത്തിന് കീഴുന്നുക എന്നല്ലാതെ മനുഷ്യന് സാധ്യമല്ല. മരണം വിളിപ്പാടകലെയാണ്. ഒരുങ്ങിയിട്ടുണ്ടോ ജീവിതങ്ങളിലൂടെ? ഇക്കണ്ട പാടമൊക്കെ കണ്ടുപോകുമ്പോഴും ഒരുങ്ങാൻ നമ്മുടെ മനസ്സ് പാകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. പ്രിയമുള്ളവരെ, വയനാട്ടുകാർക്ക് വേണ്ടി നമുക്കെന്ത് ചെയ്യാൻ കഴിയും? അവർക്ക് വേണ്ടി നമുക്കെന്ത് ചെയ്യാൻ കഴിയും? പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കണം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളായി അല്ലാഹു തആല ഒരു വേള അവന്റെ അദാബുകൾ എന്ന രൂപങ്ങളിലൂടെ ഇത്തരം പരീക്ഷണങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോ പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറപ്പ് പറഞ്ഞൊരു വാക്കുണ്ട്, അതിലൂടെ പെട്ടുപോകുന്ന വിശ്വാസികളുണ്ടോ അവർക്ക് ഷഹീദിന്റെ പ്രതിഫലമാണ്, ഷഹീദിന്റെ പ്രതിഫലമാണ്.
മുത്തറസൂല് യുദ്ധത്തിന്റെ രണഭൂമിയിൽ ഷഹീദാവുകയല്ലാതെ ആ പ്രതിഫലം കിട്ടുന്ന ശുഹദാക്കളുടെ എണ്ണം പറയുമ്പോ അവിടെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, കെട്ടിടം വീണുള്ള മരണമുണ്ടോ? മുങ്ങി മരിക്കുന്നവൻ ഷഹീദാണ്, കെട്ടിടം തകർന്ന് മരിക്കുന്നവനും ഷഹീദാണ്. ഈമാനുള്ളവർക്ക് പ്രതിഫലമുണ്ടെന്നാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹുവേ പരിപൂർണമായ പ്രതിഫലം നൽകണമെന്ന്, അവർക്ക് മഅ്ഫിറത്ത് നൽകണമെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ പ്രയാസങ്ങളിലൂടെ കഴിയുന്ന, ഒരുപാട് പ്രയാസങ്ങളിലൂടെ കഴിയുന്ന ആളുകളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഹൃദയം തട്ടി പ്രാർത്ഥിക്കേണ്ട സമയങ്ങളാണ്. ഒരു കുടുംബത്തിൽ നിന്ന് മുഴുവൻ ആളുകൾ നഷ്ടപ്പെടാൻ ഒരാള് ബാക്കിയാകുന്ന സാഹചര്യം. ഒരു ചെറിയൊരു മോള്, 10 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള ഒരു മകള് കണ്ണിന് പരിക്കുപറ്റി അവിടുത്തെ ഹോസ്പിറ്റലിലുണ്ട്. നിങ്ങൾക്കറിയോ, ആ കുട്ടിയല്ലാതെ ആ കുടുംബത്തില് ഒരാള് പോലും ബാക്കിയില്ല. നമ്മളൊക്കെ ഇങ്ങനെ പറയില്ല, എനിക്ക് ഒരുപാട് ആളുകളുണ്ട്, ഞങ്ങൾ വലിയ തറവാട്ടുകാരൻ, നാട്ടിലെ പ്രമുഖരാൻ. എവിടെ പ്രിയമുള്ളവരെ, ഇതിനൊന്നും അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു ഫലമില്ല എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തി തരാണ്. എല്ലാം പോയില്ലേ? എല്ലാ ആളുകളും ഇവിടെ പറഞ്ഞില്ലേ? ആ മക്കൾ ആരുടെ കൂടെയാണ്? നിങ്ങൾ നോക്ക്, സ്വന്തം ഭാര്യ കൈവിട്ടു പോകുമ്പോ മുതിർന്ന മനുഷ്യൻ നിന്ന് കരയാൻ, എന്റെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞ്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ, ഹൃദയം തട്ടി ദുആ ചെയ്യാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവനാണ്. ആ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരെ സഹായിക്കലാണ്, കൈകോർത്ത് പിടിക്കലാണ്, അവരെ ചോർത്ത് പിടിക്കലാണ്. അതേതൊക്കെ രീതിയിലൂടെ ആകാൻ പറ്റുമോ ആ രീതിയിലൂടെയെല്ലാം, പ്രാർത്ഥനകൾ കൊണ്ട് മാത്രമല്ല, അവരെ ചേർത്ത് പിടിക്കാൻ, ഒരു സഹായങ്ങളായി അവർക്ക് കൂടെ നിൽക്കാൻ, നമ്മളെ കൊണ്ട് കഴിയുന്ന മേഖലകളിലൊക്കെ പ്രവർത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد، اتقوا الله يا عباد الله. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, അവരോട് നമുക്കൊന്ന് കൈകോർക്കാൻ, അവരെ നമ്മിലേക്കൊന്ന് ചേർത്ത് പിടിക്കാൻ. വല്ലാഹു ഫി ഔനിൽ അബ്ദി മകാനൽ അബ്ദു ഫി ഔനി അഖി. തന്റെ സഹോദരനെ സഹായിക്കുമ്പോൾ അല്ലാഹു ആ മനുഷ്യന്റെ സഹായത്തിനുണ്ട് എന്ന് അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ സഹായം നമുക്ക് വേണോ? നമ്മളവരെ സഹായിക്കണം. നമ്മളിൽ അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ ആരെന്നറിയോ? അഹബ്ബുൻ നാസി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ അൻഫഉഹും ലിന്നാസ്. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവരെയാണ് അല്ലാഹുക്ക് ഇഷ്ടമുള്ള, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരെയാണ് അല്ലാഹുക്ക് ഇഷ്ടമുള്ളത്. നമ്മളൊക്കെ ഏതൊരു പ്രയാസത്തിൽ നിന്നും ദൂരീകരണം മോഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രയാസങ്ങളെ അല്ലാഹു മാറ്റിത്തരണമെങ്കിൽ, മൻ കാന ഫീ ഹാജതി അഖീഹി കാന അല്ലാഹു ഫീ ഹാജതിഹി. ഒരാൾ തന്റെ സഹോദരന്റെ ആവശ്യത്തിന് വേണ്ടി നിലകൊണ്ടാൽ അവന്റെ ആവശ്യത്തിന് അല്ലാഹു ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്കൊരാവശ്യത്തിന് വേണ്ടി നിലകൊള്ളാൻ, മൻ ഫറജ അൻ മുസ്ലിമിൻ കുർബ, ഒരു മുസ്ലിമിന്റെ ബുദ്ധിമുട്ട് ഇങ്ങനെ നീക്കിക്കൊടുത്താൽ, ഫറജല്ലാഹു അൻഹു കുർബതൻ മിൻ കുർബാതി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ ബുദ്ധിമുട്ട് അല്ലാഹു മാറ്റിത്തരും. നമ്മളൊന്ന് അവർക്ക് വേണ്ടി ഒന്ന് നിലകൊള്ളാൻ നമ്മളൊന്ന് തയ്യാറായാൽ, ശരീരം കൊണ്ട് കഴിയുന്ന ആളുകളോട് അങ്ങനെ, സാമ്പത്തികമായി കഴിയുന്ന ആളുകളോട് അങ്ങനെ അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന, അവരുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ വേണ്ടി നിലകൊള്ളുന്നവരെ ആഖിറത്തിൽ അല്ലാഹു നമുക്ക് പ്രയാസങ്ങളെ ദൂരീകരിച്ചു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആവശ്യങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. ചങ്ങരംകുളത്തുകാരോട്, തഖ്വ പള്ളിയിൽ ഇരിക്കുന്നവരോട്, പ്രിയമുള്ളവരെ, ഇതൊരവസരമാണ്, അൻസാറുകളാവാനുള്ള അവസരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിലൂടെ തന്നിട്ടുള്ളത് എന്നുള്ളതാണ്. വീട്ടിലേക്ക് കടന്നു വന്ന അതിഥിയോട് സൽക്കരിക്കാൻ, തന്റെ മക്കൾക്കുള്ള ഭക്ഷണങ്ങളെ വിളമ്പിയിട്ട്
ആ മക്കളെ നേരത്തെ കിടത്തുറക്കിയ അൻസാറുകളാവാനുള്ള മാതൃക നമ്മുടെ മുമ്പിലുണ്ട്. കൂടെ കൊണ്ടുവന്ന അതിഥിക്ക് ഭക്ഷണം കൊടുക്കാൻ വിളക്കണച്ച് ഇരുട്ടത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെ കാലിപ്പാറ്റത്തിലൂടെ കൈ കാണിച്ച അൻസാറുകളുടെ മാതൃക ചരിത്രത്തിലൂടെ പ്രചോദനം കൊണ്ടവരാ നമ്മള്. എന്നാൽ പ്രിയമുള്ളവരെ, ഒന്ന് ഞെരുങ്ങിയിട്ടാണെങ്കിലും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. ഒന്ന് ഞെരുങ്ങിയിട്ടാണെങ്കിലും മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ ഒട്ടകത്തിന്റെ പുറത്തെ സൗകര്യങ്ങൾ ഒരുക്കിയ അൻസാറുകളെ പോലെ പ്രവർത്തിക്കാനുള്ള ഒരു സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നുള്ളതാണ്. ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ പ്രിയമുള്ളവരെ, അവിടെയുള്ള സൈന്യത്തിന് നമ്മുടെ പണത്തിന്റെ ആവശ്യമില്ല, ഫയർഫോഴ്സിന് നമ്മുടെ പണത്തിന്റെ ആവശ്യമില്ല, സമ്പന്നരായ ആളുകൾക്ക് നമ്മുടെ പണത്തിന്റെ ആവശ്യമില്ല. ആഴ്ചകൾ കഴിയുമ്പോ ആളുകളൊഴിയും, അരങ്ങൊഴിയും. പ്രിയമുള്ളവരെ, ഇന്നവിടെയുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവർ എവിടേക്ക് തിരിച്ചു പോകുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അവർക്കവിടെ ആഹാരമില്ല, അവർക്കവിടെ വീടില്ല, അവർക്കവിടെ ഭക്ഷണമില്ല, അവരുടെ കൃഷിയിടങ്ങളിലില്ല, അവരുടെ കടകളില്ല. അവരെ പുനരധിവാസിക്കാൻ അതിനുവേണ്ടിയുള്ളൊരു ദീർഘവീക്ഷണത്തോടുകൂടെ നമ്മുടെ സമ്പത്തുകളിൽ നിന്ന് ഇന്നവർക്ക് വേണ്ടത് ഭക്ഷണമാണ്, ഇന്നവർക്ക് വേണ്ടത് മരുന്നാണ്, ഇന്നവർക്ക് വേണ്ടത് വസ്ത്രമാണ്, നാളെ അവർക്ക് വേണ്ടത് സുരക്ഷിതത്വമാണ്, അവരുടെ ഭവനങ്ങളാണ്, അവരുടെ പുനരധിവാസങ്ങളാണ്. അതുകൊണ്ട് കേവലം ചെറിയ എന്തെങ്കിലും ഞാനൊന്ന് ചെയ്യുക വഴി എന്റെ ബാധ്യത വീടിയെന്ന് തീരുമാനിക്കാനല്ല. അല്ല, നിങ്ങൾക്കറിയും ആ പ്രദേശങ്ങളെ, തേയിലത്തോട്ടങ്ങളിലൂടെ തേയില നുള്ളി ജീവിക്കുന്ന സാധാരണക്കാരായ ആളുകളുണ്ട്. ഇനി അവർ തിരിച്ചു വരുമ്പോ തോട്ടങ്ങളുടെ മെജോറിറ്റി മേഖലകൾ അവിടെ ഇല്ല, അവരുടെ ജീവിക്കാനുള്ള സൗകര്യങ്ങളില്ല. അതുകൊണ്ട് എന്റെ സമ്പത്തുകളിൽ നിന്ന് എന്ത് ചെലവഴിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാൻ. പ്രിയമുള്ളവരെ, മറ്റുള്ള ആളുകളുടെ പ്രീതി നേടാനില്ല, പ്രസ്ഥാനങ്ങളുടെ വലിപ്പം കാണിക്കാനില്ല, രാഷ്ട്രീയ സംഘടനകളുടെ വലിപ്പം കാണിക്കാനില്ല. എനിക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് പ്രതിഫലം വേണമെന്ന ചിന്തയോടുകൂടെ മാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ല ബിത്തിആ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ. ഉന്നതനായ റബ്ബിന്റെ പ്രീതിയല്ലാതെ അവരുടെ പക്കൽ മറ്റുള്ളവർക്കൊന്നുമില്ല. ചെലവഴിക്കുന്നത് കൊണ്ട് അള്ളാന്റെ പ്രീതിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വലസൗഫ യർളാ, പിറകെ അവർ തൃപ്തിപ്പെടുന്നവരാണ്. തിരിച്ചല്ലാന്റെ അടുക്കൽ ചെല്ലുമ്പോ തൃപ്തിപ്പെടാനുണ്ടാവും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നമ്മൾ ചെലവഴിക്കണം, നമ്മൾ ചെലവഴിക്കണം. അവിടുത്തെ വിദ്യാലയമില്ല, അറിവ് നുകരുന്ന സംവിധാനം ഇല്ല. ചെറിയ മക്കൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. അവരുടെ മാതാപിതാക്കളില്ലാതെ യത്തീമുകളായ മക്കൾ ഒരുപാടാണ്. പ്രിയമുള്ളവരെ, വലിയ മക്കളെന്ന് കൂട്ടണ്ട. മുലപ്പാലിന്റെ നറുമണം ചുണ്ടിൽ നിന്ന് മാറിയിട്ടില്ലാത്ത ഇളം പൈതലുകളെ കിട്ടിയിട്ടുണ്ട്. നല്ല മനസ്സുള്ള കുറെ ആളുകൾ ഇറങ്ങി വന്നു. അവർക്ക് പാല് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് പല സഹോദരിമാരും കടന്നു വന്നു. ജാതിയും മതമൊന്നും നോക്കിയിട്ടില്ല ആളുകള്, അതിന്റെ ഗർവ് നടത്തുന്ന മുഴുവൻ ആളുകൾക്കുള്ള പാഠം തന്നെയാണ്. അങ്ങനെയുള്ള മക്കൾ അവിടെ ഉണ്ട്. അതിനെ പുനർസൃഷ്ടിക്കണമെങ്കിൽ ഒരുപാട് സാമ്പത്തികമായ ആവശ്യങ്ങൾ മുന്നിൽ വരും അവർക്ക് ജീവിക്കണമെങ്കിൽ. അതുകൊണ്ട് അടിയന്തര സഹായങ്ങൾ കൊടുക്കുന്നിടത്തേക്ക്, മുന്നോട്ടുള്ള കാഴ്ചപ്പാടുകൾക്ക് നൽകുന്നിടത്തേക്ക് ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് പിശുക്ക് കാണിക്കാതെ നമ്മൾ ഓരോ വെള്ളിയാഴ്ചയും നമ്മുടെ പള്ളിയിൽ കളക്ഷൻ നടക്കലുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ നടത്തുന്ന കളക്ഷൻ ഇത് വയനാടിന് വേണ്ടിയിട്ടാണ്, ചൂരൽമലയിലെ മുണ്ടക്കയിലെ അവശേഷിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കുറച്ചല്ലോ, 8,000-ലധികം ആളുകളാണ് ഓരോ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളത്. ഇപ്പോഴും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? 300 ചില്ലാനം മരിച്ചു എന്ന് പറയുമ്പോൾ കാണാനില്ലാത്ത ആളുകൾ ഒരുപാടുണ്ട്. അവരെവിടെയാ? ബിൽഡിങ്ങിന്റെ താഴെ, മണ്ണിന്റെ ചതുപ്പുകളിലെ, നിലമ്പൂരിന്റെ ചാലിയാറിന്റെ പുഴകളുടെ തീരങ്ങളിലെ വനമേഖലകളിൽ ഇങ്ങനെ കിടക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ നൊമ്പരങ്ങളും വേദനകളും കണ്ണീരുകളും സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. പ്രിയമുള്ളവരെ, നമ്മളെ കൊണ്ട് ശാരീരികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ? കഴിയുന്ന ആളുകൾ അവിടുത്തെ ആളുകളുടെ അധികൃതരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മളെ കൊണ്ട് കഴിയുന്ന യൗവനത്തിന്റെ കരുത്തുള്ള ആളുകൾക്ക്
ആ രീതിയിലൂടെ ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിനല്ല, അധികൃതരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച്. അതുപോലെ തന്നെ തെറ്റായ വിവരങ്ങളെ പ്രചരിപ്പിക്കുന്ന ആളുകളായിട്ടും സമൂഹത്തിൽ ഒരു ഭീതി പടർത്തുന്ന രീതിയിൽ തെറ്റായ വിഷയങ്ങളെ പ്രചരിപ്പിക്കുന്ന പ്രചാരകരായിട്ട് നമ്മൾ മാറരുത്. ഇന്നും ഇത്രയൊക്കെ പാഠങ്ങളുണ്ടായിട്ടും വയനാടിന്റെ താമരശ്ശേരിയുടെ ചുരം കയറുന്ന ആളുകൾ സ്വാഭാവികമായും ഉരുൾപൊട്ടൽ കാണാൻ ഒരു വിനോദമായി പോകുന്ന ആളുകൾ ഇന്നുമുണ്ട് എന്ന വേദന പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ അവരോട് തിരിച്ചു കൊടുക്കാൻ ഇത് വിനോദത്തിന്റെ സമയമല്ല, കാണാൻ പോകേണ്ട സമയമല്ല. അവിടെയുള്ള ആളുകൾ മെയ്യും മേനിയും മറന്ന് പണിയെടുക്കുമ്പോൾ അതിന്റെ തടസ്സം സൃഷ്ടിക്കുന്നവരായിട്ട് നമ്മൾ മാറരുത്. ഇതൊക്കെ പരസ്പരമുള്ളൊരു ശ്രദ്ധയുണ്ടാകാനും അധികൃതരോട് കഴിവുള്ള, പ്രാപ്തിയുള്ള, പ്രവൃത്തി പരിചയമുള്ള ഗവൺമെന്റ് തലത്തിലുള്ള ഉന്നത ആളുകളുടെ നിർദ്ദേശങ്ങൾ തരുമ്പോൾ അത് പാലിക്കാൻ, അതിനോട് കൂടെ നിന്ന് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതിലേക്ക് നമ്മളെ കൊണ്ട് ഭാഗവാക്കാവുന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് ഭാഗവാക്കാവാൻ പ്രിയമുള്ളവരെ ഇന്നത്തെ സാമ്പത്തികമായി എന്നെ കൊണ്ട് കഴിയുന്നത് ഇൻഷാ അല്ലാഹ് ഞാൻ എത്തിക്കുമെന്ന ഒരു ദൃഢനിശ്ചയത്തോടുകൂടെ നമ്മളൊന്നും എന്ത് കൊടുത്താലും അധികമാവില്ല പ്രിയമുള്ളവരെ, അധികമാവില്ല. ഒരു പല വേദനകളെ ഒരു പള്ളി മിമ്പറിൽ വെച്ച് പറയാവുന്നതിന്റെ പരിമിതിയിൽ വെച്ച് ഞാൻ പറയാൻ, ഒരു മനുഷ്യന്റെ അടിവസ്ത്രത്തിന് വേണ്ടി ഒരാൾക്ക് മറ്റൊരാളോട് ചോദിക്കേണ്ട അവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരവസ്ഥയാണ്, വല്ലാത്തൊരവസ്ഥയാണ്. അതുപോലുമുണ്ട്. അത്രമേൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നിങ്ങളോട് എടുത്തു പറഞ്ഞത്. കഴിഞ്ഞ പ്രളയത്തിലെ നമ്മൾ പാഠം ഉൾക്കൊണ്ടവരാണ്, പഠിച്ചവരാണ്. അതുകൊണ്ട് അത്രയും എന്നെ കൊണ്ട് എന്ത് കൊടുക്കാൻ പറ്റുമോ, വസ്ത്രമാണോ, പണമാണോ, അത് സ്വരൂപിച്ചുള്ള ഭക്ഷണമാണോ, പുനരധിവാസത്തിനുള്ള സൗകര്യത്തിലേക്കാണോ, ഇൻഷാ അല്ലാഹ് ഒരു നിയ്യത്ത് വെച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ ഞാനൊന്ന് ഞെരുങ്ങിയാലും അള്ളാഹു നാളെ പരലോകത്ത് എനിക്ക് സൗകര്യം തരണമെന്ന നിയ്യത്തോടുകൂടി നമ്മൾ പ്രവർത്തിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അള്ളാഹു നാം ഏവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അള്ളാഹുവേ, കത്തിയാടുന്ന നരകത്തിന്റെ വിറകുകളാക്കി മാറ്റല്ലേ അല്ലാഹ്. സ്വർഗം തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹുവേ, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് വിജയിക്കുന്നവരായി മാറാൻ, ശക്തമായ ദുരന്തങ്ങളിൽ രക്ഷ നൽകുന്നവരായി അള്ളാഹുവെ ഞങ്ങളെ നീ മാറ്റി അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹുവെ, ദുരന്തത്തിന്റെ പ്രയാസങ്ങളിൽ വിട പറഞ്ഞു പോയിട്ടുള്ള ആളുകൾ, അവരിലെ വിശ്വാസികളായ ആളുകൾക്ക് മഅ്ഫറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഷഹീദിന്റെ ദറജ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലൂടെ പ്രയാസപ്പെടുന്ന, ഇന്നും ജീവന്റെ തുടിപ്പുകളായി പല മേഖലകളിലൂടെ ജീവൻ കാത്തു കിടക്കുന്ന, അഭയം കാത്തു കിടക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, കാരുണ്യത്തിന്റെ കരങ്ങളെ നീട്ടണേ അല്ലാഹ്. സമാധാനം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المجاهدين المضاعفين في رفح وفي غزة. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.